ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചായിരുന്നു വഴി തടസ്സപ്പെടുത്തിയുള്ള LDF സമരം. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ റോഡിലായിരുന്നു ഉപരോധം. റോഡിൽ കസാരയിട്ട് പ്രവർത്തകർ ഇരുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരായിരുന്നു പ്രതിഷേധം. ഉപരോധ സമരത്തിനിടെ ജില്ലാ സെക്രട്ടറി MV ജയരാജന് പോലീസ് നോട്ടീസ് നൽകി. എന്നാൽ കോടതി ഉത്തരവിനെ പരസ്യമായി വെല്ലുവിളിച്ച ജയരാജൻ വീണ്ടും ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. സമരം നിരോധിച്ചിട്ടില്ല. ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ P ജയരാജൻ അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. വഴി തടസ്സപ്പെടുത്തിയുള്ള സമരത്തിന് പിന്നാലെ MV ജയരാജനെ ഒന്നാം പ്രതിയാക്കി 10,000 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് പാതിയോരത്തെ സമരം വിലക്കിയ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച് ജയരാജനെതിരെ കേസെടുത്തിരുന്നു. അന്ന് ജയരാജന് ജയിലിൽ കിടക്കേണ്ടിയും വന്നു. കഴിഞ്ഞ ദിവസമാണ് വഴി തടസ്സപ്പെടുത്തിയുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തതിന് CPM സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്ക് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്നത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.